നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരെ തന്നെ ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും? സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂരിലാണ്, മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ. കണ്ണൂർ തലശ്ശേരിയിൽ CPM പ്രവർത്തകർ പോലീസിനെ പൂട്ടിയിട്ട് കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചിരിക്കുകയാണ്. തലശ്ശേരി മണോലിക്കാവ് ഉത്സവത്തിനിടെയാണ് വളരെ നാടകീയമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. തുടർന്ന് സംഭവത്തിൽ പങ്കുള്ള 55 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ കാവിൽ ഉത്സവത്തിനിടെ CPM BJP സംഘർഷം നടന്നിരുന്നു. ഈ സംഭവത്തിൽ പങ്കുള്ള CPM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് ആദ്യം സ്ഥലത്തേക്ക് എത്തിയത്. ഇതിനിടെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരു CPM പ്രവർത്തകനെ പോലീസ് സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് കൊണ്ടുപോകുന്നത് തടഞ്ഞ പ്രവർത്തകർ പിന്നീട് കാവിന്റെ ഗേറ്റ് പൂട്ടിയിട്ട് പ്രവർത്തകനുമായി പോവുകയായിരുന്നു. 10ഓളം പോലീസുകാർ മാത്രമാണ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നത്. തിരുവങ്ങാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജിതുൻ അടക്കമുള്ളവരാണ് പോലീസിനെ പൂട്ടിയിട്ട് പ്രതിയെയും പോയിരിക്കുന്നത്. തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ഒരു പോലീസുകാരനും തലശ്ശേരിയിൽ ഉണ്ടാകില്ല എന്നും പ്രവർത്തകർ പോലീസിനെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് FIR-ൽ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP CPM സംഘർഷത്തിനിടെയായിരുന്നു തിരക്ക് അല്ലെങ്കിൽ സംഘർഷം നിയന്ത്രിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം വലിച്ചു കീറിയ സംഭവം അടക്കം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഘർഷം തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഭരണകക്ഷിയായ ഇടതുപക്ഷ പ്രവർത്തകർ അവരെ ആക്രമിക്കുകയും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് FIR-ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ പ്രതികൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള എതിർ പാർട്ടിയിലെ ആരെങ്കിലുമാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നതെങ്കിലോ സമരം നടത്തുന്നതെങ്കിലോ അവരെ നടു റോഡിലിട്ട് യാതൊരു മനുഷ്യത്വവുമില്ലാതെ തല്ലി ചതയ്ക്കാൻ പോലീസുകാർക്ക് യാതൊരു മടിയുമില്ല. അതിവിടെ കണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നത്, പ്രത്യേകിച്ച് കണ്ണൂരിൽ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരാളെ തടഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പോലീസുകാർക്ക് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 189(2) നിയമവിരുദ്ധമായി സംഘം ചേരൽ, 191(2) കലാപം, 132 പൊതുപ്രവർത്തകനെ ജോലിയിൽ നിന്ന് തടയാൻ ക്രിമിനൽ ബലപ്രയോഗം അല്ലെങ്കിൽ ആക്രമണം, 121(1) പൊതുപ്രവർത്തകരെ ജോലിയിൽ നിന്ന് തടയാൻ സ്വമേധയാ പരിക്കേൽപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്യുക, 351(2) ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, 190 പൊതുലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ചെയ്ത കുറ്റകൃത്യത്തിന് നിയമവിരുദ്ധമായി സംഘം ചേരുന്ന ഓരോ അംഗവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് 27 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസെടുക്കൽ എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഭാവി പിന്നീട് എന്തായിരിക്കും എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം.